പെട്ടെന്നായിരുന്നു ആ സംഭവം. വീട്ടുമുറ്റത്ത് നിന്ന കിണർ ഒരു നിമിഷം ഇടിഞ്ഞു താഴുകയാണ്. പിള്ളേരൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ഇരുമ്പിൻ്റെ മൂടയുണ്ടായിരുന്നു പിള്ളേരുള്ള. പിള്ളേർ അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് പോയതാണ്. പെട്ടെന്നായിരുന്നു ആ സംഭവം. വീട്ടുമുറ്റത്ത് നിന്ന കിണർ ഒരു നിമിഷം ഇടിഞ്ഞു താഴുകയാണ്. കഴിഞ്ഞ രാത്രി 7:15 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു കിണറാണ് ഇടിഞ്ഞ് താണത്. കോട്ടയം പാലാ ഭരണങ്ങാനം മേരിക്കുട്ടി തോമസിൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന കിണറാണ് ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞ് താഴ്ന്നത്. ഇത് എന്നായിരുന്നു ഇത് സംഭവം? വെള്ളിയാഴ്ച മൊത്തത്തിൽ വീണത് വെള്ളിയാഴ്ച. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഒരു സൈഡ് വർഷം ഇടിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയായപ്പോൾ ഞങ്ങൾ അകത്തായിരുന്നു. അപ്പം ചെത്തം കേട്ട് നോക്കിയപ്പം മൊത്തം താഴോട്ട് പോയി. ആ സമയത്ത് ആരെങ്കിലും ചുറ്റുവട്ടത്തുണ്ടായിരുന്നോ? ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഞാനും പുള്ളിക്കാരത്തേ ഉള്ളൂ. ഞങ്ങൾ പെരയ്ക്കകത്തായിരുന്നു. അപ്പോൾ ചെത്തം കേട്ട് നോക്കിയപ്പം മൊത്തം താഴോട്ട് പോയത്. എത്ര വർഷം പഴക്കം കിണറിന്? ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെ 70 വർഷമായി. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കുത്തിയതാ. CCTVക്കകത്തൊക്കെ ഈ ദൃശ്യം കണ്ടല്ലേ? പിള്ളേരെ എടുത്ത് പറഞ്ഞപ്പം ഞങ്ങൾ ഇന്ന സമയത്താന്ന് പറഞ്ഞപ്പം പിള്ളേരെ എടുത്ത്. ഈ വീടിന് ഭീഷണിയുണ്ടോ? എനിക്കറിയത്തില്ലല്ലോ. പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്? പണി ആരംഭിച്ച എന്നാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം വേണം. പിന്നെ വഴിയാണേലും പിന്നില്ല, വണ്ടി നിന്ന് വന്ന് നന്നാക്കാനേ എന്നൊക്കെ ഇരിക്കുന്നു. പ്രധാന ഒരു വെള്ളത്തിന്റെ സ്രോതസ്സാണ്. പ്രധാനമായിട്ടുള്ള വെള്ളത്തിന്റെ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു. പിന്നെ മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. മഴ നല്ല വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നേരം മഴയൊന്നും ഇല്ലായിരുന്നു എനിക്കൊന്നും. ഇടിഞ്ഞപ്പം മഴയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ശരി. ഈ ബന്ധുക്കളൊക്കെ ഇവിടെ വരുമ്പോഴത്തേന് ഈ സമീപത്തൊക്കെ നിൽക്കുന്നതായിരുന്നായിരിക്കാം. പിള്ളേരൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ഇരുമ്പിൻ്റെ മൂടയുണ്ടായിരുന്നു പിള്ളേരുള്ള. പിള്ളേർ അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് പോയതാണ്. ആരും ഇല്ലായിരുന്നു. കുറ്റം കൊണ്ട് അപകടമൊന്നും വന്നില്ല. ഞങ്ങൾ ഉത്തരവ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ കിണറിൻ്റെ വക്കയിലൊക്കെ വന്ന വർത്തമാനം പറയാനായിട്ട് വയ്യമ്പാടൊക്കെ ഇരിക്കുന്നു. വർത്തമാനം പറഞ്ഞ് നല്ല സുന്ദരമായിട്ട് കെട്ടി നെറ്റും വലയെല്ലാം ഇട്ട് സുരക്ഷിതമായിട്ട് മറ്റേ ഈ കമ്പി കൊണ്ടുള്ള കയറിയാലും പോകുകയല്ലാത്ത പോലെ പിള്ളേരൊക്കെ അതിൻ്റെ മുകളിൽ കയറിയത് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നു. ഇടിപിടിയിൽ ഇത് അങ്ങോട്ട് താഴ്ന്നു പോവുക. ഇത് ഒരിക്കലും ഇത് താഴ്ന്നു പോകുന്ന ഒരു കിണറാണെങ്കിൽ ഞങ്ങൾ ഈ പിറ്റേക്ക് വന്നിരിക്കുകയില്ല. അപ്പോൾ ഇത് താഴ്ന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു അല്പം തോന്നുന്നു. സമയപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഈ കിണറടിഞ്ഞ് താഴ്ന്ന ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആദ്യം ശക്തമായിട്ടുള്ള മഴയുള്ള സമയവും അല്ല, നല്ല വെയിലായിരുന്നില്ല ഇന്നലെയൊക്കെ. ആ സമയത്താണ്. അതെ, പിന്നെ വൈകുന്നേരമാണ്. അതെ, നല്ല തെളിവായിരുന്നു. ഏതായാലും ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ അപകടമൊന്നും സംഭവിക്കാത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 7:15 ഈ കിണർ പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന CCTVയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു രാത്രിയിലാണ് ഇത്തരത്തിൽ കിണർ പൂർണ്ണമായും ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാലാ.